നിർമ്മാണ മേഖലയിലെ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച സിഡ്കോസ് ലിമിറ്റഡിന്റെ കേരളത്തിലെ മൂന്നാമത്തെ ബ്രാഞ്ച് ഈസ്റ്റ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ 62-ാം വാർഡ് കൗൺസിലർ ശ്രീജ സി നായർ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നെ സംബന്ധിച്ചോളം ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനത്തോടെയാണ് ഈ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത്. കാരണം കോഴിക്കോടിന്റെ തന്നെ അല്ലെങ്കിൽ ഈസ്റ്റ് നടക്കാവിലാണെങ്കിലും കോഴിക്കോടിന്റെ തന്നെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തനം എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ കുറച്ചു നേരത്തെ നമ്മൾ ഊരാളുകളെ കുറിച്ച് ഇവിടെ വിമർശനമല്ല മെൻഷൻ ചെയ്തു. ഊരാളുകളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വളരെയധികം നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അതോടൊപ്പം ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും. നമുക്കറിയാം, ഈ ഒരു ബിസിനസിന്റെ സ്ഥാപനത്തിന്റെ ഒരു ശാഖ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം നമുക്കറിയാം, പുതിയ ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക കൂടിയാണ് ഇത്തരം ഒരു സ്ഥാപനങ്ങളോട് ചെയ്യുന്നത്. ഹൗസിംഗ് പ്രോജക്റ്റുകൾ, വില്ല പ്രോജക്റ്റുകൾ, ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ, നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കായി ലേബർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് സിഡ്കോസ് ലിമിറ്റഡ് നൽകി വരുന്നതെന്ന് സിഡ്കോസ് ലിമിറ്റഡ് ചെയർമാൻ ആർ രാജനും വൈസ് ചെയർമാൻ സലീം മട്ടപ്പള്ളിയും അറിയിച്ചു. സൊസൈറ്റിയുടെ 4ാമത്തെ ബ്രാഞ്ച് കോഴിക്കോട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ബ്രാഞ്ചിൻ്റെ പ്രത്യേകത, ഈ നഗരത്തിൽ പുരാതനമായ ഈ നഗരത്തിൽ നമ്മൾ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഇത് ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ സൊസൈറ്റിയുടെ ലക്ഷ്യം തൊഴിലാളികളെ സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ ശാക്തീകരിച്ച് അവരെ നല്ല രീതിയിലുള്ള നിർമ്മാണം പൊതുജനങ്ങൾക്കും നൽകുക എന്നുള്ളതാണ്. ആ തൊഴിലാളി ശാക്തീകരണം എന്നുദ്ദേശിക്കുമ്പോൾ അവരുടെ എല്ലാവിധ സ്കില്ലും ഡെവലപ്പ് ചെയ്യുക. അതായത് പ്ലംബർ, മേസൺ, ഇലക്ട്രീഷ്യൻ, AC ടെക്നീഷ്യൻ തുടങ്ങി എല്ലാ മേഖലയിൽ ഉള്ള തൊഴിലാളികളെയും ശാക്തീകരിച്ച് അവരെ നല്ല രീതിയിലുള്ള സാമ്പത്തിക ശാക്തീകരണവും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം ഗവൺമെൻറ് മേഖലയിലും പ്രൈവറ്റ് ആയിട്ടും ഉള്ള നിർമ്മാണത്തിൽ ശുദ്ധതയുള്ള, അതായത് യാതൊരുവിധ കേടുപാടുകളും ഇല്ലാത്ത നിർമ്മാണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് ഈ വിദഗ്ധരായ തൊഴിലാളികളെയും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ട് എൻജിനീയേഴ്സിനെയും ഇതിനകത്ത് കൊണ്ടുവന്ന് ഒരു ടീം നമ്മളെ കയ്യിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇനിയും കൂടുതൽ ആളുകളെ ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും, കേരളത്തിനും തമിഴ്നാട്ടിലും ഇതുപോലെ ബ്രാഞ്ചുകൾ തുടങ്ങുകയും അവിടെയുള്ള ആളുകളെയും പൊതുജനങ്ങളെയും ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു നിർമ്മാണ രീതി കൊണ്ടുവരികയാണ് നമ്മുടെ ഈ സൊസൈറ്റിയുടെ ലക്ഷ്യം. സിഡ്കോസ് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സാധാരണക്കാരായ ആൾക്കാർക്ക് അവർക്ക് ഭവന നിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ ചെറിയ റേറ്റിൽ വീടുകൾ നിർമ്മിച്ച് ഞങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ പുതിയൊരു സർക്കാർ ഇന്ന് അധികാരമേൽക്കുന്ന ദിവസമാണ്. ആ ദിവസം തന്നെ ഞങ്ങളുടെ കോഴിക്കോട് ഓഫീസിൻ്റെ ഇനാഗുറേഷൻ നടക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഹൗസിംഗ് പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഈ സ്കിൽഡായിട്ടുള്ള ലേബേഴ്സിനെ ട്രെയിൻ ചെയ്ത് അവർ നമ്മുടെ സമൂഹത്തിനെ നല്ല നിലയിലേക്ക് കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ വിദ്യാഭ്യാസ പഠനോപകരണ വിതരണം ചെയർമാൻ ആർ രാജൻ നിർവഹിച്ചു. സിഡ്കോസ് ലിമിറ്റഡ് CEO ജയകുമാർ, ഡയറക്ടർമാരായ ഒമർ ഫാറൂഖ്, സ്റ്റിജിൻ ദേവരാജ്, CEO സെയിൽസ് രാജേഷ് ബാലമോഹൻ, സവിൻലാൽ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു. കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് സിഡ്കോസ് ലിമിറ്റഡ് പ്രവർത്തിച്ചു വരുന്നത്. ഈ വർഷം അവസാനത്തോടെ 15 ബ്രാഞ്ചുകൾ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് സിഡ്കോസ് പ്രവർത്തിക്കുന്നത്.